Turn with me to the book of Genesis. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് എന്നോടുകൂടെ തിരിഞ്ഞാലും. In the book of Genesis, we see or we read about the God of Abraham. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു, നാം വായിക്കുന്നു അബ്രഹാമിന്റെ ദൈവത്തെക്കുറിച്ച്. When God wanted to introduce himself, ദൈവം തന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുവാൻ ആരംഭിക്കുമ്പോൾ he says, I am the God of Abraham. ദൈവം തന്നെ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, ഞാൻ അബ്രഹാമിന്റെ ദൈവമാകുന്നു. Why did we learn about God of Abraham? എന്തുകൊണ്ടാണ് നാം അബ്രഹാമിന്റെ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത്? Because God has revealed and declared himself as God of Abraham in Old Testament and also in the New Testament. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തന്നെ പരിചയപ്പെടുത്തുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് ഞാൻ അബ്രഹാമിന്റെ ദൈവമാകുന്നു എന്നാണ്. That means Abraham is a man who has known his God in a very intimate manner. ഈ പറഞ്ഞതിന്റെ അർത്ഥം അബ്രഹാം ദൈവത്തെ വളരെയധികം അടുത്ത് ഇടപഴകി അറിഞ്ഞൊരു വ്യക്തിയായിരുന്നു. God and Abraham had a very close relationship. ദൈവവും അബ്രഹാമും തമ്മിൽ വളരെ അടുത്തിടപഴകിയ ഒരു ബന്ധമുണ്ടായിരുന്നു. And God is known as God calls Abraham as a friend of God. അതുകൊണ്ട് തന്നെ ദൈവം അബ്രഹാമിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് അവൻ എൻ്റെ സ്നേഹിതൻ എന്നാകുന്നു. So such an intimate relationship. അത്രമാത്രം ഇഴയടുപ്പമുള്ള ഒരു ബന്ധം. Abraham has a lot of things to tell about his God. തൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ ഒട്ടനവധി കാര്യങ്ങൾ അബ്രഹാമിനുണ്ട്. So that's why I really wanted to know more about God from the word of God. അതുകൊണ്ട് തന്നെയാണ് തിരുവചനത്തിൽ നിന്നും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. So we are going chapter by chapter to find out how God has revealed himself to Abraham step by step, little by little. അതുകൊണ്ട് തന്നെ നാം ഓരോ അധ്യായങ്ങളിലേക്ക് ദൈവം എങ്ങനെയാണ് അബ്രഹാമിനെ പടിപടിയായി തന്നെ വെളിപ്പെടുത്തിയതെന്ന് നാം ചിന്തിക്കുവാൻ ആരംഭിക്കുകയാണ്. He is revealing himself to Abraham more and more. This is just like an unfolding of a flower. ദൈവം അബ്രഹാമിനെ തന്നെ കൂടുതലായി വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ വിടരുവാൻ ആരംഭിക്കുന്ന ഒരു പുഷ്പത്തിന് തുല്യമായി ഓരോ ദിവസവും പുത്തനായി ആഴത്തിൽ ദൈവം അബ്രഹാമിനെ തന്നെ വെളിപ്പെടുത്തുകയാണ്. Every day God reveals something new to Abraham about himself. എല്ലാ ദിവസവും ദൈവം അബ്രഹാമിനെ ഇന്നലെ വരെ അബ്രഹാം അനുഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമായ പുത്തനായ ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തു. God has something new to tell Abraham. ദൈവത്തോട് പറയുവാനായി എല്ലാ ദിവസവും ദൈവത്തിന് പുത്തൻ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. God has something to tell to Abraham, something new every day. എല്ലാ ദിവസവും അബ്രഹാമിനോട് പറയുവാൻ ദൈവത്തിന് പുതിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. Chapter 16 closes, or that last verse of chapter 16 is like this. Abraham was 86 years old when Hagar bore him Ishmael. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, ഹാഗാർ അബ്രഹാമിനെ ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സുണ്ടായിരുന്നു. Now he is 86 years old. ഇപ്പോൾ അബ്രഹാം 86-ൽ എത്തി നിൽക്കുകയാണ്. And Numbers chapter 17 we see Abraham as 99 years old. 17 അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ നാം കാണുന്നത് 16ന്റെ അവസാനത്തെ 86 കണ്ട നാം 17ന്റെ ആരംഭത്തിൽ 99 വയസ്സായിരിക്കുന്ന അബ്രഹാമിനെ കാണുന്നു. There's a big gap between these two chapters. ഈ രണ്ട് അധ്യായങ്ങൾക്കിടയിൽ ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. You know, chapter 16 closes when he is 86. 16 അധ്യായം അവസാനിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സ് പ്രായമുണ്ടായിരുന്നു. Now chapter 17 starts. ഇപ്പോൾ 17 അധ്യായം തുടങ്ങുമ്പോൾ he is 99 years old. 99 വയസ്സ് പ്രായം ചെന്നിരിക്കുന്നു. When I read this scripture, ഞാൻ ഈ വേദവാക്യം വായിച്ചപ്പോൾ God told me something. ദൈവം എന്നോട് ചിലതൊക്കെ പറഞ്ഞു. The first thing God told me is, ആദ്യമായി ദൈവം എന്നോട് പറഞ്ഞൊരു വസ്തുത എന്ന് പറയുന്നത്, God was not fed up with Abraham when he became 99 years old. ദൈവം എന്നോട് പറഞ്ഞ ആദ്യത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് 99ന്റെ വാർദ്ധക്യത്തിലും ദൈവം അബ്രഹാമിനെ മടുത്തില്ല. Most of us are fed up with many things in our life. നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങളെക്കുറിച്ച് നാം മടുത്തു പോകുന്നവരാണ്. I have heard so many people say like this. അനേകർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I am fed up with this man. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ മടുത്തു. I am fed up with this woman. ഈ സ്ത്രീയെ കൊണ്ട് ഞാൻ മടുത്തു. But even at 99, പക്ഷേ ഇവിടെ ഇതാ ഈ 99ലും in
between, Abraham has done so many foolish things. ഈ 99 വയസ്സിനിടയ്ക്ക് അനേകം ഭോഷത്തരങ്ങൾ അബ്രഹാം ചെയ്തു കൂട്ടി. So many foolish things. അനേകം ഭോഷത്തരങ്ങൾ ചെയ്തു കൂട്ടി. But God was not fed up with Abraham. പക്ഷേ എന്നാലും ദൈവം അബ്രഹാമിനെ കൊണ്ട് മടുത്തില്ല. This morning God told me like this. ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. I will never ever be fed up with you, my son. പ്രിയ മകനെ, ഞാൻ നിന്നെ കുറിച്ച് ഒരിക്കലും മടുത്തു പോകുന്നവനല്ല. I have something speak to you. എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ പരിമിതികൾ ഉണ്ടെങ്കിലും ഞാൻ തുടർന്നും നിന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. Even in the age of 99, I want to communicate with you. എന്തിനധികം 99 പോലും ഞാൻ നിന്നോട് ആശയവിനിമയം നടത്തിയിരിക്കും. I want to speak with you. ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. I want to fellowship with you. ഞാൻ നിന്നോട് കൂട്ടായ്മ പുലർത്തും. I have something new to share with you. എനിക്ക് നിന്നോട് പങ്കുവയ്ക്കുവാൻ തീർത്തും പുത്തനായെന്തോ ഉണ്ട്. Every day God has something new to share with us. നമ്മളോട് പങ്കുവയ്ക്കുവാനായി എല്ലാ ദിവസവും ദൈവത്തിന് പുത്തനായ ചിലതുണ്ട്. If you have a willing ears to hear from God and a willing heart to receive from God, God has something new to share with you every day. ദൈവത്തിൽ നിന്നും കേൾക്കുവാനായി ഒരുക്കപ്പെട്ട ഒരു ചെവിയും ഏകാഗ്രമായ ഒരു ഹൃദയവും നമുക്കുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിശ്ചയമായും ദൈവം നമ്മളോട് പുത്തനായി ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. When Abraham became 99 years old, the Lord appeared to him and said, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഇങ്ങനെ പറഞ്ഞു, I am God Almighty. ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. So what does it mean, God? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? At the age of 99, God appears to Abraham and tells him, Abraham, I am God Almighty. 99 വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അബ്രഹാമിനെ പ്രത്യക്ഷനായിക്കൊണ്ട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. Does it mean that Abraham lost a little bit confidence in God? അങ്ങനെ ദൈവം തന്നെ പ്രസ്താവന ഇറക്കിയതിന്റെ അർത്ഥം ദൈവത്തിലുള്ള വിശ്വാസം അബ്രഹാമിന് നഷ്ടമായി എന്നല്ല. It's true that Abraham knew God. ദൈവത്തെ അറിഞ്ഞിരുന്നു അബ്രഹാം എന്നുള്ളത് പരമാർത്ഥം തന്നെ. But as days went by, പക്ഷേ നാളുകൾ കഴിഞ്ഞു പോയപ്പോൾ Abraham got so many promises from God, but some of those things has never ever accomplished. അബ്രഹാം ദൈവത്തിൽ നിന്നും ഒട്ടനവധി വാഗ്ദത്തങ്ങൾ പ്രാപിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ അതിൽ അധികമൊന്നും ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. And Abraham is becoming old. വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അബ്രഹാം ഓരോ ദിവസം കഴിയുന്തോറും വൃദ്ധനായി തീരുന്നു. And God doesn't even mention about those things what he has already promised. ദൈവം അബ്രഹാമിനോട് ഇതിനോടകം തന്നെ വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ദൈവം അവനോടൊന്ന് പരാമർശിക്കുക പോലും ചെയ്യുന്നില്ല. So there may be some kind of, Abraham might have different kind of thoughts came into his mind. ആ ഒരു അവസ്ഥയിൽ ഒരുപക്ഷെ അബ്രഹാമിന്റെ ഹൃദയത്തിലേക്ക് വ്യത്യസ്തമായ നിരവധി ചിന്തകൾ കടന്നു വന്നിരിക്കാം. So God came to Abraham and told him, ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്, I am God Almighty. അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. As I was reading this whole chapter, ഈ മുഴുവൻ അധ്യായവും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ the Holy Spirit gave me a message. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കൊരു സന്ദേശം പകർത്തു തന്നു. In this chapter, God is preparing Abraham for the great promise that he is going to receive. ഈ ഒരു അധ്യായത്തിൽ അബ്രഹാം ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ പോകുന്ന ആ വലിയ വാഗ്ദത്തത്തിന് വേണ്ടി ദൈവം അബ്രഹാമിനെ ഒരുക്കിയെടുക്കുകയാകുന്നു. So if I want to put a heading for this chapter, ഈ ഒരു അധ്യായത്തിന് ഞാൻ ഒരു തലക്കെട്ട് കൊടുക്കുവാൻ പോകുകയാണെങ്കിൽ, God who prepares us. നമ്മെ ഒരുക്കുന്ന ഒരു ദൈവം. Before God gives us a promise or before God gives something into our hand, നമ്മുടെ കരങ്ങളിലേക്ക് എന്തെങ്കിലും തരുന്നതിന് മുൻപായി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ തരുന്നതിന് മുൻപായി God has to prepare us to receive that promise. അത്തരം വാഗ്ദത്തങ്ങളെ നാം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്നവൻ കൂടെയാണ്. God prepares us to happen those promises into our life. നമ്മുടെ ജീവിതത്തിൽ അത്തരം വാഗ്ദത്തങ്ങൾ പൂവണിയത്തക്ക നിലവാരത്തിലേക്ക് നമ്മെ ഒരുക്കുന്നവൻ കൂടെയാണ് നമ്മുടെ ദൈവം. Let me ask you something this morning. ഇന്ന് പകൽക്കാലം ഞാൻ ചിലത് നിങ്ങളോട് ചോദിച്ചുകൊള്ളട്ടെ. It is true that you have a promise from God. ദൈവത്തിൽ നിന്നും നിങ്ങൾ ഒരു വാഗ്ദത്തം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെ. But are you prepared to receive that promise? പക്ഷേ ആ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കിയവരാണോ? Have you done everything that you have to do
to receive those promises? അത്തരം വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കിയ വ്യക്തികളാണോ? Many times we are aware of the promises, പലപ്പോഴും നാം വാഗ്ദത്തങ്ങളെ കുറിച്ച് അറിവുള്ളവരാണ്, but we never prepare ourselves to receive those promises. പക്ഷേ അത്തരം വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനായി നാം ഒരിക്കലും നമ്മെ തന്നെ ഒരുക്കുന്നവരല്ല. So in chapter 17, God is preparing Abraham for that great promise that God has given to him. 17-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് കൊടുത്ത ആ മഹത്തായ വാഗ്ദത്തങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം അബ്രഹാമിനെ ഒരുക്കിയെടുക്കുന്ന നാളുകളായിരുന്നു. I will share 5 things now and then we will go in detail as time permits. 5 കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. അതിനുശേഷം നാം അതിന്റെ ആഴങ്ങളിലേക്ക് സമയം അനുവദിക്കുന്ന പക്ഷം കടന്നു പോകും. Now God prepares Abraham by reminding who he is to Abraham. ആദ്യമായി ദൈവം അബ്രഹാമിനെ ഒരുക്കുന്നത് താൻ ആരാണെന്ന് അബ്രഹാമിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. Abraham, I want to remind you one thing. I am an almighty God. പ്രിയ അബ്രഹാമേ, ഒരു കാര്യം നീ മറന്നു കളയരുത്, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു എന്ന് ദൈവം അബ്രഹാമിനെ ഓർമ്മപ്പെടുത്തുകയാണ്. So God prepares Abraham by reminding who his God is. തന്റെ ദൈവം ആരാണ് എന്ന് ദൈവം അബ്രഹാമിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ വലിയ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ദൈവം അബ്രഹാമിനെ പരിവപ്പെടുത്തുന്നത്. Sometimes God has to do that in our life. ചിലപ്പോഴൊക്കെ ദൈവത്തിന് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. Because we forget who he is. പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ആരാണെന്ന് നാം മറന്നു പോകുവാനിടയുണ്ട്. We don't care who he is. ദൈവം ആരാണെന്ന് ഒരു പക്ഷേ നാം ഗണ്യമാക്കാത്ത സന്ദർഭങ്ങൾ വരും. We know that he is a healer. ദൈവം സൗഖ്യമാക്കുന്നവനാണെന്ന് We നമുക്കറിയാം. know that he is a savior. അവിടുന്ന് രക്ഷകനാണെന്ന് നമുക്കറിയാം. We know that he can do certain things. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ അവിടുന്ന് ശക്തനാണെന്ന് But നമുക്കറിയാം. is he able to do this in my life? പക്ഷേ ഈ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ അവിടുന്ന് പ്രാപ്തനാണോ? So God has to remind us about that. അത്തരമൊരു സന്നിഗ്ധാവസ്ഥയിലാണ് ദൈവം അത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. So when Abraham was 99 years old, God is reminding Abraham who he is. 99ന്റെ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അബ്രഹാമിനോടാണ് ദൈവം ഓർമ്മിപ്പിച്ചുണർത്തുന്നത്, താൻ ആരാണെന്ന് അബ്രഹാമേ നീ അറിഞ്ഞുകൊള്ളുക. And prepares his mind to receive that miracle. ആ ഒരു വലിയ അത്ഭുതം അവന്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം അവന്റെ മനോമണ്ഡലത്തെ ദൈവം ഒരുക്കിയെടുക്കുകയാണ്. In the Western countries, പാശ്ചാത്യ രാജ്യങ്ങളിൽ before a person goes for an operation, now in some hospitals they do, before they go for an operation, ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചില ആശുപത്രികളിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ the doctors will call the patient ഡോക്ടർമാർ ആ രോഗിയെ വിളിച്ചു വരുത്തും and show them what they are going to do, അവർ എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം കൊടുക്കും. how the operation will be done, എങ്ങനെയായിരിക്കും ആ ശസ്ത്രക്രിയയുടെ പ്രക്രിയകൾ, what are the things, they will explain it very clearly with the help of a screener തങ്ങൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്ക്രീനിന്റെ സഹായത്തോടു കൂടി രോഗിയെ അവർ ബോധ്യപ്പെടുത്തും. and bring a confidence in that patient that this doctor is able to do the operation. ആ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുവാൻ പോകുന്ന രോഗിയെ ആത്മവിശ്വാസം കൊണ്ട് നിറച്ചുകൊണ്ട് തന്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന ഈ ഡോക്ടർ അതിന് യോഗ്യനാണെന്നും പ്രാപ്തനാണെന്നും ഈ രോഗിയെ ബോധ്യപ്പെടുത്തും. Now the patient knows what this doctor is going to do. ഇപ്പോൾ ഈ രോഗിക്ക് അറിയാം ഈ ഡോക്ടർ എന്താണ് ചെയ്യുവാൻ പോകുന്നത്. Now the patient knows what he can do. തനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചും താൻ എന്താണ് ചെയ്യുവാൻ കഴിയുന്നതെന്നതിനെ കുറിച്ചും രോഗിക്കറിയാം. He is fully aware of the doctor and also what the doctor is going to do on him. ഡോക്ടറെ കുറിച്ചും ഡോക്ടർ എന്താണ് ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ചും പരിപൂർണമായ ബോധ്യം ഈ രോഗിക്ക് So ഉണ്ടായിരിക്കും. fear is gone from here. അങ്ങനെ ഒരു അവസ്ഥയിൽ ഭയം തന്നിൽ നിന്നും അകന്നു മാറും. And a confidence has come upon him. ഭയത്തിന്റെ സ്ഥാനത്ത് ആത്മവിശ്വാസം കയറി വരും. Now the patient is prepared to go through the struggle. ആ ഒരു പോരാട്ടത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുവാൻ രോഗി തന്നെ ഒരുക്കും. So that's what exactly God doing over here with Abraham. ഇവിടെ 17-ാം അധ്യായത്തിലും ദൈവം യഥാർത്ഥത്തിൽ ചെയ്തെടുക്കുന്നത് അത് തന്നെയാണ്. Abraham, remember, I am Almighty God. അബ്രഹാമേ നീ മറന്നു കളയരുത്, ഞാൻ സർവശക്തനായ I am ദൈവമാകുന്നു. an El Shaddai God. ഞാൻ എൽ ഷദായി ദൈവമാകുന്നു. God is preparing Abraham to receive a supernatural miracle in his body. തന്റെ ശരീരത്തിൽ അമാനുഷികമായ ഒരു അത്ഭുതം പ്രാപിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അബ്രഹാമിനെ ഒരുക്കിയെടുക്കുകയാകുന്നു. God is preparing the mind and the body and the soul of Abraham to see something beyond natural. തന്റെ സ്വാഭാവികമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനപ്പുറത്തായ ചിലത് പ്രാപിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിന്റെ ബുദ്ധിമണ്ഡലത്തെയും ശരീരത്തെയും ആത്മമണ്ഡലത്തെയും ഒരുപോലെ ദൈവം That's ഒരുക്കിയെടുക്കുകയാണ്. what the Lord was doing
in this worship, ഈ ആരാധനാ മധ്യയും ദൈവം ചെയ്തെടുത്തത് അത് തന്നെയാണ്. reminding you who He is and preparing your heart to receive your expected miracle in your life. ദൈവം ആരാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിങ്ങൾ നാളുകളായി പ്രതീക്ഷിച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അത് പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കുകയുമാണ് ദൈവം ചെയ്തത്. God as an almighty God, ദൈവം സർവശക്തനായ ദൈവമാകുന്നു. as a God who can do everything for you. നിനക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ കഴിയുന്ന ഒരു The ദൈവം. 99 years old Abraham, and he heard that the God whom we are serving until this day, till this day, is an El Shaddai God. 99 നിൽക്കുന്ന പടുവൃദ്ധനായ അബ്രഹാമിനോട് അബ്രഹാമിനെ ദൈവം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നാളുകളായി താൻ സേവിക്കുന്ന ദൈവം സകലത്തിനും മതിയായ സർവശക്തനായ ദൈവമാകുന്നു എന്ന്. He knew that he is a God. ദൈവം ദൈവമാണെന്ന് അബ്രഹാം അറിഞ്ഞിരുന്നു. He knew that he is a glorious God. മഹത്വീകരമായ തേജോമയനാണ് തന്റെ ദൈവമെന്ന് അബ്രഹാം But തിരിച്ചറിഞ്ഞിരുന്നു. this day morning he has a new revelation about God, that he is an El Shaddai God. പക്ഷേ 99 എത്തി നിൽക്കുന്ന അബ്രഹാം ഇന്നൊരു പുത്തൻ കാര്യം തിരിച്ചറിഞ്ഞു. തന്റെ ദൈവം കേവലം തേജോമയൻ മാത്രമല്ല, അവൻ സർവശക്തൻ കൂടെയാണ്. Abraham's faith is renewed. അബ്രഹാമിന്റെ വിശ്വാസം പുതുക്കി വരുവാനിടയായി. His revelation has become broader. അവന്റെ വെളിപ്പാടിന്റെ ചക്രവാളങ്ങൾ വികസ്വരമായി. He knew that my God is an almighty God. അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, തന്റെ ദൈവം സർവശക്തനായ ദൈവമാകുന്നു. That one word about El Shaddai has transformed his thinking pattern. ആ എൽ ശദായ് എന്നുള്ള സർവശക്തനാണ് താൻ എന്നുള്ള ഒരൊറ്റ വാക്ക് തന്റെ ചിന്താമണ്ഡലത്തെ അപ്പാടെ That മാറ്റിമറിച്ചു. one word has brought hope into the life of ആ Abraham. ഒരൊറ്റ വാക്ക് അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ വഴിയെ That വെട്ടിക്കൊടുത്തു. one word has given him something to cling on, hold on. ആ ഒരൊറ്റ വാക്ക് ചിലതിന്മേൽ മുറുകെ പിടിക്കുവാൻ അബ്രഹാമിനെ പ്രാപ്തനാക്കി. This morning, dear brother and dear sister, if you do not know anything, all of the names of God, even this one name of God is more than enough to cling on, to hold on to the promises of പ്രിയ God. സഹോദര സഹോദരി, നിനക്ക് ദൈവത്തിന്റെ എല്ലാ നാമങ്ങളെ കുറിച്ച് അറിവില്ലെങ്കിലും ഒരു കാര്യം നീ ഓർത്തുകൊള്ളുക, നിന്റെ ദൈവം സർവശക്തനായ ദൈവമാകുന്നു. Hallelujah. Hallelujah. That one word has changed the mind of Abraham. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഈ ഒരൊറ്റ വാക്കുകൊണ്ട് അബ്രഹാമിന്റെ ചിന്താമണ്ഡലത്തെ ദൈവം പുതുക്കി That പണിതു. one word cleared all the doubts in his life. തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല സന്ദേഹങ്ങളെയും ഈ ഒരൊറ്റ വാക്ക് മാറ്റിക്കളഞ്ഞു. That one word gave hope to Abraham. അബ്രഹാമിന് പുത്തൻ പ്രത്യാശയെ ഈ ഒരു വാക്ക് പകുത്തു കൊടുത്തു. That one word has prepared Abraham to receive that long awaited miracle that he was looking for. താൻ ദീർഘനാളുകളായി കാത്തിരുന്ന, താൻ നോക്കി പാർത്തിരുന്ന ആ വലിയ അത്ഭുതത്തെ പ്രാപിക്കുവാൻ ഈ ഒരൊറ്റ വാക്ക് അബ്രഹാമിനെ At ശക്തനാക്കി the തീർത്തു. age of 99, a renewing word, a reviving word came into the life of Abraham. 99 വാക്യത്തിലും തന്നെ പുതുക്കി പണിയുന്ന, തന്നെ പുത്തനൊരു അഭിഷേകത്താൽ നിറയ്ക്കുന്ന ഒരു പുതിയ വാക്ക് ദൈവത്തിൽ നിന്നും അബ്രഹാം പ്രാപിച്ചു. That one word changed his lifestyle. തന്റെ ജീവിതത്തെ അങ്ങോളം ഇങ്ങോളം ഈ ഒരൊറ്റ വാക്ക് മാറ്റിപ്പണിതു. That one word gave him hope. ഈ ഒരൊറ്റ വാക്ക് അവന്റെ ജീവിതത്തിലേക്ക് പ്രത്യാശയെ That കൊടുത്തു. made him to hope against hope. ആശയ്ക്കെതിരായ ആശയോട് വിശ്വസിക്കുവാൻ ഈ ഒരൊറ്റ വാക്ക് അവനെ That പ്രാപ്തനാക്കി. one word made him to trust God. ദൈവത്തെ അങ്ങേയറ്റം ആശ്രയിക്കുവാൻ ഈ ഒരൊറ്റ വാക്ക് അവനെ That പ്രാപ്തനാക്കി. one word made him to move on, press on, cling on, hold on. ഈ ഒരൊറ്റ വാക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുവാൻ, അതിനെ മുറുകെ പിടിക്കുവാൻ, അതിനെ ആശ്ലേഷിക്കുവാൻ അബ്രഹാമിനെ പ്രാപ്തനാക്കി. The years after 86, now he is 99. You know, all these years were the years of futility, no hope, and thinking only about Ishmael. 86 മുതൽ 99 വരെയുള്ള ഈ നീണ്ട വർഷങ്ങൾ തന്റെ ജീവിതത്തിൽ ഫലം കായ്ക്കാത്ത വർഷങ്ങളായിരുന്നു. യാതൊന്നും പ്രത്യാശയില്ലാത്തതായിരുന്നു. കേവലം തനിക്ക് അടിമ സ്ത്രീയിൽ ജനിച്ച ഇസ്മായേലിൽ മാത്രം പ്രത്യാശ വെച്ച് കഴിഞ്ഞു നീങ്ങിയ നാളുകൾ. He was more focusing on Ishmael. താൻ അപ്പോഴും നോക്കിയിരുന്നത് ഇസ്മായേലിൽ He മാത്രമായിരുന്നു. thought that Ishmael is my promised child. അവൻ ചിന്തിച്ചു വെച്ചിരുന്നത് ദൈവത്തിൽ നിന്ന് താൻ വാങ്ങിച്ച വാഗ്ദത്ത സന്തതി He ഇസ്മായേലാണെന്നായിരുന്നു. thought that Ishmael is the promised child that God has given to me. അവൻ ചിന്തിച്ചു വെച്ചിരുന്ന ദൈവം തനിക്ക് വാഗ്ദത്തം
ചെയ്ത സന്തതി ഇശ്മയേലാണെന്നായിരുന്നു. All the plans were around Ishmael. അവന്റെ സകല പദ്ധതികളും അവൻ പാകം ചെയ്തത് ഇശ്മയേലിന് ചുറ്റുമായിരുന്നു. Everything is dreamed for Ishmael. അവന്റെ സകല സ്വപ്നങ്ങളും അവൻ നെയ്തെടുത്തത് ഇശ്മയേലിനെ ചുറ്റിയായിരുന്നു. All the future were built upon Ishmael. അവന്റെ സകല ഭാവിയും അവൻ കെട്ടിപ്പടുത്തത് ഇശ്മയേലിന്മേലായിരുന്നു. But God called Abraham in that morning and said, Abraham, I'm an almighty God. I remember that I have a covenant with you. Ishmael is not the plan I have. You have another one. അത്തരം ഒരു അവസ്ഥയിലാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമേ, ഇശ്മയേൽ അല്ല ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്തത്. ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തത് മറ്റൊരുത്തനിലാണ്. ഞാൻ ഇന്നും സർവശക്തനായ ദൈവമാകുന്നു. There are some people over here who think and plan around plan B because you have already forgotten the plan A because it has become too late. It's not yet happened. So you are thinking plan B is the plan of God. ഇന്ന് പകൽക്കാലം ഈ സമൂഹത്തിലിരിക്കുന്ന ചിലരും പ്ലാൻ ബിയിൽ മാത്രം ആശ്രയിക്കുന്നവരുണ്ട്. ഒരു കാലത്ത് അവർ പ്ലാൻ എ ദൈവം അവർക്ക് കൊടുത്തതാണ്. പക്ഷേ ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അത് വിസ്മരിച്ചു കളഞ്ഞുവോ എന്നുള്ള ചിന്തയിൽ ഇപ്പോൾ അവർ ഊന്നിയിരിക്കുന്നത് ആശ്രയിച്ചിരിക്കുന്നത് പ്ലാൻ ബിയിലാണ്. Because the plan A has not yet happened so far. They are focusing on plan B. But this morning the Holy Spirit says, no. The one who has promised to you is faithful and he is the Almighty God and he will do it. അക്കൂട്ടരുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവം കൊടുത്ത പ്ലാൻ എ ഇനി സംഭവിക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവരുടെ മുൻപിലുള്ള പ്ലാൻ ബിയിൽ അവർ ആശ്രയിച്ചിരിക്കുന്നു. പ്രിയ സഭയെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് വാഗ്ദത്തം തന്നവന് വിശ്വസ്തനാണ്. അവനത് നിവർത്തിക്കുവാൻ മതിയായവനാണ്. Hallelujah. 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 This morning the Holy Spirit says, if there is anybody over here who has forgotten plan A and you are holding on plan B because plan A didn't come through, this morning the Holy Spirit says, God's plan is always plan A and he will do it. ഇന്ന് പകൽക്കാലം സഭയിലുള്ള ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് കാലങ്ങൾ കഴിഞ്ഞുപോയി എന്നതുകൊണ്ട് ദൈവം തന്ന പ്ലാൻ എയെ മാറ്റിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയുടെ പ്രമാണമായ പ്ലാൻ ബിയിൽ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക. ദൈവം കാലങ്ങൾ കഴിഞ്ഞാലും ആണ്ടുകൾ കഴിഞ്ഞാലും ദൈവം തന്ന പ്ലാൻ എ നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്, മതിയായവനാണ്. Or in other words, Abraham is happy with the plan B. വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള പ്ലാൻ ബിയിൽ അബ്രഹാം സന്തോഷം കൊണ്ടിരിക്കുകയാണ്. Abraham is happy with Ishmael. അബ്രഹാം ഇസ്മായേലിൽ സന്തോഷം കണ്ടിരിക്കുന്നു. Abraham is dreaming about Ishmael now. തന്റെ സകല സ്വപ്നങ്ങളും ഇപ്പോൾ പ്ലാൻ ബി ആയ ഇസ്മായേലിലാണ്. Abraham is planning and dreaming about only Ishmael. ഇസ്മായേലിനെ കുറിച്ച് മാത്രമേ അബ്രഹാമിന് ഇപ്പോൾ പദ്ധതികളുള്ളൂ, സ്വപ്നങ്ങൾ പോലുമുള്ളൂ. He has already forgotten about the child from Sarah's womb. സാറയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഉരുവാകുന്ന വാഗ്ദത്ത സന്തതിയെ അബ്രഹാം മറന്നു കളഞ്ഞു. For all these years he is busy with Ishmael. കാരണം ഈ കഴിഞ്ഞ ആണ്ടുകളിലെല്ലാം ഇസ്മായേലിനെ പ്രതി അവൻ അങ്ങേയറ്റം തിരക്കുള്ളവനായിരുന്നു. At the age of 99 God came to appeared to Abraham and told him, I am God Almighty. പക്ഷേ ഈ 99 പ്രായമായപ്പോൾ ഒരു ദിവസം അബ്രഹാമിന് മുൻപാകെ വെളിപ്പെട്ടുകൊണ്ട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. Maybe Abraham might have asked God like this. ഒരു പക്ഷേ അബ്രഹാം ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു കാണുമായിരിക്കും. What does it mean? I didn't ask you whether you are almighty or something like that. നീ സർവശക്തനാണോ അല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. നീ ഇപ്പോൾ അരുളി ചെയ്തതിന്റെ അർത്ഥം എന്താണ്? What does it mean, God? ദൈവമേ, അങ്ങ് ഇപ്പോൾ അരുളി ചെയ്തതിന്റെ അർത്ഥം എന്താണ്? I have no complaint about my life because I have already got a son. കർത്താവേ, എനിക്കിപ്പോൾ എന്റെ ജീവിതത്തെക്കുറിച്ച് യാതൊരു പരാതിയുമില്ല. കാരണം എനിക്കിപ്പോൾ ഒരു പൈതലുണ്ട്. I am happy with Ishmael. ഞാൻ ഇസ്മായേലിനെ പ്രതി സന്തുഷ്ടനാണ്. But the Lord said like this. പക്ഷേ ദൈവത്തിന് പറയുവാനുള്ളത് ഇതാണ്. Abraham, you may be happy with Ishmael, but I am not happy with Ishmael. നീ ഒരു പക്ഷേ ഇസ്മായേൽ സംതൃപ്തനായിരിക്കാം, പക്ഷേ ഞാൻ സംതൃപ്തനല്ല. Many of you are happy with where you are right now, with the little blessing that you have received, with the small things what you have, but God says no, that is not my plan for you. നിങ്ങളിൽ പലരും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തുഷ്ടരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾ സന്തുഷ്ടരാണ്. പക്ഷേ ദൈവത്തിന് പറയുവാനുള്ളത് അല്ലല്ലല്ല, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പദ്ധതി അതിലും അപ്പുറത്താണ്. You may be happy with this thing, but I am not happy with this thing. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ തൃപ്തരായിരിക്കാം, പക്ഷേ ഞാൻ തൃപ്തനല്ല. You may be happy with the little business you have, but I am not happy with that. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ ഈ ചുരുങ്ങിയ ബിസിനസ്സിൽ നിങ്ങൾ തൃപ്തനായിരിക്കാം, പക്ഷേ ഞാനല്ല. You may be happy with the church you have, but I am not happy with that. നിങ്ങൾ ആയിരിക്കുന്ന സഭയിൽ നിങ്ങൾ തൃപ്തനായിരിക്കാം, പക്ഷേ ഞാനല്ല. You may be happy with the 500 believers you have, but I am not happy with that. നിങ്ങൾക്കുള്ള 500 വിശ്വാസികളെ കൊണ്ട് നിങ്ങൾ തൃപ്തരായിരിക്കാം, പക്ഷേ ഞാനല്ല. You may be happy with the ministry in Thrissur, but I am not happy with that. തൃശ്ശൂരിലുള്ള ശുശ്രൂഷ കൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ തൃപ്തനായിരിക്കാം, പക്ഷേ ഞാൻ അതിൽ ഒതുങ്ങുന്നില്ല. My call and my covenant and my call and my purpose about your life is more than this. നിന്റെ
ജീവിതത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ വിളിയും നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉടമ്പടിയും എന്ന് പറയുന്നത് നീ ചിന്തിച്ചിരിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. So this morning the Holy Spirit says, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന് you പറയുവാനുള്ളത്, may be happy with the Ishmael, but God is not happy with Ishmael. നീ ഒരു പക്ഷേ ഇശ്മായേലിൽ തൃപ്തനായിരിക്കാം, പക്ഷേ ദൈവം തൃപ്തനല്ല. You may be happy with what you have right now, but God is not happy with what you have right now. നീ ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിനക്കുള്ളതിൽ നീ തൃപ്തനായിരിക്കാം, പക്ഷേ ദൈവമല്ല. Abraham, I am an almighty God. അബ്രഹാമേ, ഞാൻ സർവശക്തനായ Ask ദൈവമാകുന്നു. something more to me. Ask something more to me. എന്നോട് നീ ചോദിച്ചതിനേക്കാൾ ഉപരിയായി ചോദിച്ചുകൊള്ളുക. Ask something more to me. എന്നോട് കുറെ കൂടി കൂടുതൽ ചോദിച്ചുകൊള്ളുക. Ask something more. കുറെ കൂടി ആഴത്തിൽ, Ask something more. കുറെ കൂടി I വിസ്താരത്തിൽ. am an almighty ഞാൻ God. സർവശക്തനായ ദൈവം. My resources are unlimited. എന്റെ വിഭവങ്ങൾക്ക് പരിധിയില്ല. My anointing is unlimited. എന്റെ അഭിഷേകത്തിന് പരിധിയില്ല. I can do more for you. നിനക്ക് വേണ്ടി നീ ചിന്തിക്കുന്നതിലും അപ്പുറത്ത് ചെയ്യുവാൻ Ask എനിക്ക് കഴിയും. something more. എനിക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. Ask something more. കുറെ കൂടി കൂടുതൽ എന്നോട് I am ചോദിക്കുക. an almighty ഞാൻ God. സർവശക്തനായ Dear ദൈവം. brothers and your sisters, when you come to the presence of God, you should know to whom you are talking with. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ദൈവം ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. He's an almighty God. അവിടുന്ന് സർവശക്തനായ So at ദൈവമാകുന്നു. the age of 99, God appeared to Abraham, and and God told Abraham, I am El Shaddai. You know that you can ask anything to me. 99 വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അബ്രഹാമിന് മുൻപാകെ വെളിപ്പെട്ടുകൊണ്ട് അബ്രഹാമിനോട് യഹോവ പറയുകയാണ്, അബ്രഹാമേ, ഞാൻ സർവശക്തനായ ദൈവമാകുന്നു, നിന്റെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ചോദിച്ചുകൊള്ളുക. I'm an almighty God. ഞാൻ സർവശക്തനായ ദൈവമാകുന്നു. El Shaddai God. ഞാൻ സകലത്തിനും മതിയായ ദൈവം. El Shaddai. എൽ ഷദായ്. He said, I'm an almighty God. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, ഞാൻ സർവശക്തനായ And ദൈവമാകുന്നു. now God is demanding or preparing or giving a prerequisite from Abraham. അതിനുശേഷം ദൈവം ഇപ്പോൾ അബ്രഹാമിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അബ്രഹാമിനെ മുന്നൊരുക്കുകയാണ് ഈ വണ്ണം. God prepares Abraham with the prerequisites. ചില മുൻ ആവശ്യങ്ങളുമായി ദൈവം അബ്രഹാമിനെ പരുവപ്പെടുത്തുകയാണ് ഇപ്പോൾ. If you want to enjoy the supernatural miracles of God, you have to prepare yourself to receive those miracles. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നിനക്ക് എന്നിൽ നിന്നും അതിമാനുഷികമായ ചില അത്ഭുതങ്ങളെ പ്രാപിക്കണമെങ്കിൽ നീ നിശ്ചയമായും നിന്നെ അതിന് തക്കവണ്ണം ഒരുക്കിയെടുക്കണം. Walk before me and be blameless. നിഷ്കളങ്കനായും കുറ്റമില്ലാത്തവനായും നീ എന്റെ മുൻപിലായിരിക്കണം. That God is preparing Abraham with the prerequisite. ദൈവം ആ ഒരു വലിയ അത്ഭുതം പ്രാപിക്കുവാനായി അബ്രഹാമിനെ ചില മുന്നാവശ്യങ്ങളോടുകൂടെ ഒരുക്കിയെടുക്കുകയാണ്. God is preparing Abraham to receive a supernatural miracle. ഒരു വലിയ അത്ഭുതത്തിന് വേണ്ടി ദൈവം മുന്നമേ അബ്രഹാമിനെ ഒരുക്കിയെടുക്കുകയാണ്. Abraham could have told God like this. ഒരുപക്ഷേ അബ്രഹാമിന് വേണമെങ്കിൽ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാമായിരുന്നു, Lord, I am already 99. കർത്താവേ, അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ ഇപ്പോൾ തന്നെ 99 ആയി. What else I have to do now? ഇപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും? No, God said God is preparing Abraham with a prerequisite. പക്ഷേ അതൊന്നും ചോദിക്കാതെ അബ്രഹാമിനെ ദൈവം ചില മുൻ ഉപാധികളോടുകൂടെ ഒരുക്കിയെടുക്കുകയായിരുന്നു. God is preparing Abraham. If you want to enjoy the supernatural miracles of God, there is a preparation in your life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അതിമാനുഷികമായ പ്രകൃതിയാതീതമായ ഒരു അത്ഭുതം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തക്കവണ്ണം നീ നിന്നെ തന്നെ ഒരുക്കുവാൻ ബാധ്യസ്ഥനായിരിക്കണം. Now God is asking Abraham, you have to walk blameless before me. ഇപ്പോൾ ഇതാ ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ എൻ്റെ മുൻപാകെ നിഷ്കളങ്ക So God is preparing Abraham with some prerequisites. ഇപ്പോൾ ഇതാ ദൈവം അബ്രഹാമിനെ ചില മുൻ ഉപാധികളോടെ ഒരുക്കിയെടുക്കുകയാണ്. Thirdly, മൂന്നാമതായി God prepares Abraham by reminding him the promises. ദൈവം അബ്രഹാമിനെ ഒരുക്കിയെടുക്കുന്ന മൂന്നാമത്തെ വിധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം അബ്രഹാമിനെ ഓർമ്മിപ്പിക്കുകയാണ്. He is reminding him the promises that God gave to Abraham. ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ കൊടുത്ത വാഗ്ദത്തങ്ങളെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. Verse 2 we read, രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, I will confirm my covenant between me and you and will greatly increase your numbers. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. Abraham, I am going to confirm my covenant between you and me. അബ്രഹാമേ, നിനക്കും
നിനക്കും എനിക്കും മധ്യേ ഞാൻ ഈ ഉടമ്പടിയെ ഉറപ്പിക്കുവാൻ പോകുകയാണ്. I know that I have given you some promises. ഇന്നലകളിൽ ഞാൻ നിനക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു എന്ന് എനിക്കറിയാം. God is reminding Abraham and preparing him to receive those miracles. ദൈവം അബ്രഹാമിനെ ഇന്നലകളിൽ കൊടുത്ത വാഗ്ദത്തത്തെ ഓർമ്മിപ്പിച്ച് അവനെ ഒരുക്കിയെടുക്കുകയാണ് തന്റെ വാഗ്ദത്തങ്ങൾ അവൻ പ്രാപിക്കുവാൻ The തക്കവണ്ണം. whole chapter of 17 is God preparing Abraham to receive a supernatural miracle. ദൈവത്തിൽ നിന്നും അതിമാനുഷികമായ ഒരു അത്ഭുതത്തെ അബ്രഹാം പ്രാപിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിനെ ഒരുക്കിയെടുക്കുന്ന ഒരു അധ്യായമാണ് 17-ാം അധ്യായം. First, by reminding who God is. ആദ്യമായി ദൈവം അബ്രഹാമിനെ ഒരുക്കിയത് താൻ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ്. Secondly, preparing him with some prerequisites. രണ്ടാമതായി ദൈവം അബ്രഹാമിനെ ഒരുക്കിയത് ചില മുന്നുപാധികളുടെ നിബന്ധനകളോട് കൂടിയിട്ടാണ്. Or what he has to do to receive those miracles. അത്തരം അത്ഭുതങ്ങളെ പ്രാപിക്കുവാൻ അബ്രഹാമിന്റെ ഭാഗത്ത് നിന്ന് താൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. Thirdly, by reminding the promises that God has already given to him. മൂന്നാമതായി ഇതിനോടകം തന്നെ ദൈവം അബ്രഹാമിന് കൈമാറിയ വാഗ്ദത്തങ്ങളെ അബ്രഹാമിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. Dear brothers and dear sisters, പ്രിയ സഹോദര സഹോദരി, I would like to remind these three things once again. ഒരിക്കൽ കൂടി ഈ മൂന്ന് കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. God is preparing you to receive a supernatural miracle and a supernatural work in your life by reminding you who he is. പ്രിയ സഭയെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അതിമാനുഷികമായ കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ ആയുസ്സിൽ വൻ കാര്യങ്ങളെ പ്രാപിക്കുന്നതിന് മുൻപായി ദൈവം ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ ദൈവം ആരാണെന്ന് അവിടുന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Secondly, he is demanding you to prepare your life to receive those miracles. രണ്ടാമതായി നിങ്ങളുടെ ജീവിതത്തെ അത്തരം അത്ഭുതങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കിയെടുക്കണമെന്ന് Or in ഓർമ്മിപ്പിക്കുന്നു. other words, വേറൊരു അർത്ഥത്തിൽ if you പറയുകയാണെങ്കിൽ, want that God should do his promises, fulfill his promises in your life, prepare yourself. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അത്ഭുതം പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുക. Prepare yourself. നിങ്ങളെ തന്നെ If you പരിവപ്പെടുത്തുക. are expecting that miracle happen in your life, now you prepare yourself. ആ ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന് തക്കവണ്ണം നിങ്ങളെ ഒരുക്കുക. Get rid of the things that you have to leave. നിങ്ങൾ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുക. Say goodbye to those things. അത്തരം കാര്യങ്ങളോട് നിങ്ങൾ വിട പറയുക. Because you are expecting a miracle now. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നവരുടെ You are കൂട്ടത്തിലാണ്. expecting God's promises in your life. നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പൂവണിയുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവനാണ്. You are receiving that miracle to happen in your life. നിന്റെ ജീവിതത്തിൽ ആ അത്ഭുതം സംഭവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന So വ്യക്തിയാണ്. prepare yourself. അതുകൊണ്ട് നിങ്ങളെ തന്നെ ഒരുക്കുക. That is Noah did. That is Noah did. അതാണ് നോഹയുടെ കാലഘട്ടത്തിൽ നോഹ ചെയ്തത്. He knew that God is going to send for the rain. ദൈവം മഴയെ അയക്കുമെന്ന് നോഹയ്ക്ക് So അറിയാമായിരുന്നു. he didn't believe when God sent the rain, okay, he is going to drop an umbrella first, then only he will send the rain. ദൈവം ആദ്യം ഒരു കുട ഇട്ട് തരും എന്നിട്ടേ മഴ അയക്കത്തുള്ളൂ എന്നല്ല നോഹ വിചാരിച്ചത്. When God, he prepared an ark before the rain came. ദൈവത്തിന്റെ മഴ വരുന്നതിന് മുൻപായി നോഹ ഒരു പെട്ടകം ഒരുക്കി തന്നെ ഒരുക്കി. If you are ready to receive God's miracle, നിങ്ങൾ ദൈവത്തിന്റെ അത്ഭുതം പ്രാപിക്കുവാൻ തയ്യാറാണെങ്കിൽ, if you want God to do miracles in your life, നിന്റെ ജീവിതത്തിൽ ഇന്ന മേഖലകളിൽ ദൈവം പ്രവർത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന prepare വ്യക്തിയാണെങ്കിൽ yourself. നിന്നെ തന്നെ ഒരുക്കിയെടുക്കുക. Get ready yourself. നിന്നെ തന്നെ അതിന് പാകപ്പെടുത്തുക. Get ready yourself. നിങ്ങളെ തന്നെ അതിന് ഒരുക്കുക. If you believe that God is going to do some supernatural things, get ready for that. ദൈവം വലിയ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം നിങ്ങളെ ഒരുക്കുക. Thirdly, മൂന്നാമതായി remind the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുക. Remind yourself with the promises of God. നിങ്ങളോട് തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ചു Lord, you നടത്തുക. has given me a promise. കർത്താവേ, അങ്ങ് എനിക്ക് ഇന്ന വാഗ്ദത്തങ്ങൾ That തന്നിട്ടുണ്ടല്ലോ. myself and my family will serve the Lord. കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ My സേവിക്കും. children will serve the Lord. എൻ്റെ തലമുറകൾ അങ്ങയെ സേവിക്കും. My husband will serve the Lord. എൻ്റെ ഭർത്താവ് അങ്ങയെ സേവിക്കും. My wife will serve the Lord. എൻ്റെ ഭാര്യ കർത്താവിനെ My സേവിക്കും. children will come and worship with me. കർത്താവേ, എന്നോട് ചേർന്ന് എൻ്റെ തലമുറകൾ Lord, മുട്ടുമടക്കും. it is your promise. കർത്താവേ, അത് അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ. Remind the promises. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർമ്മിപ്പിച്ചു നടത്തുക. Every day. എല്ലാ ദിവസവും Every day. എല്ലാ By ദിവസവും reminding yourself, you are preparing yourself. നീ നിന്നെ ഓർമ്മിക്കുന്നതിലൂടെ നീ നിന്നെ തന്നെ ഒരുക്കുകയാണ് By ചെയ്യുന്നത്. reminding yourself, you prepare yourself. നീ നിന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്നതിലൂടെ നീ നിന്നെ തന്നെ ഒരുക്കുകയാണ്. Three things. മൂന്ന് കാര്യങ്ങൾ. Remind yourself who your God is. നിന്റെ ദൈവം ആരാണെന്ന് നീ ഓർക്കുക. Prepare yourself to receive that miracle. ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക്
തക്കവണ്ണം പ്രാപിക്കുവാൻ നീ നിന്നെ തന്നെ ഒരുക്കുക. Remind yourself with the promises of God. ദൈവം നിന്റെ ജീവിതത്തിൽ തന്ന വാഗ്ദത്തങ്ങളെ നീ നിന്നോട് തന്നെ When ഓർമ്മിപ്പിക്കുക. everything is set in order, ഇതെല്ലാം അതിന്റെ ക്രമത്തിൽ വരുമ്പോൾ God will do what He promised to you. ദൈവം എന്ത് വാഗ്ദത്തം ചെയ്തുവോ അത് അവിടുന്ന് പ്രവർത്തിക്കും. Because our God is an El Shaddai കാരണം God. നമ്മുടെ ദൈവം സർവശക്തനായ Nothing ദൈവമാകുന്നു. is impossible with ഒന്നും Him. തന്നെ ദൈവത്തിന് അസാധ്യമല്ല. Nothing is impossible. ഒന്നും തന്നെ ദൈവത്തിന് അസാധ്യമല്ല.